ഹായ്, ഞാൻ എൽസ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ വളരെ ചൂടേറിയ ചർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ദിയ കൃഷ്ണയുടെ മെറ്റർണിറ്റി ഫോട്ടോഷൂട്ടാണ്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒത്തിരി പേര് രംഗത്ത് വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രശ്നമായി പലരും കണ്ടുപിടിച്ചിരിക്കുന്നത് ദിയ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെ കുറിച്ചാണ്. ഇത് ആദ്യമായിട്ടല്ല ദിയയുടെ ഡ്രസ്സിനെ കുറിച്ചിട്ട് വിമർശനങ്ങൾ ദിയ നേരിടേണ്ടി വരുന്നത്. പല തവണയായി പല പ്രാവശ്യവും റീൽസിലും മറ്റും ദിയ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെ കുറിച്ച് ഒത്തിരി വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്രാവശ്യം അത് കുറച്ച് കൂടിപ്പോയി എന്നതാണ് എല്ലാവരുടെയും പരാതി. ദിയയും ഭർത്താവും മാൽദീവ്സിലാണ് മെറ്റർണിറ്റി ഫോട്ടോഷൂട്ടിന് വേണ്ടി പോയത്. അതിനു മുന്നായി പല ചടങ്ങുകളുടെയും ഫോട്ടോകൾ ദിയ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുകയുണ്ടായി. അതിലെല്ലാം സാരി ആയിരുന്നു വസ്ത്രം. കേരള കൾച്ചറിലും തമിഴ്നാടൻ കൾച്ചറിലുമായിരുന്നു സാരി ധരിച്ചിരുന്നത്. അതിനൊന്നും ആരുടെയും വിമർശനങ്ങൾ ഉണ്ടായുമില്ല. എന്തായിരിക്കും കാരണം? ഇത്തവണ ദിയ ധരിച്ചിരിക്കുന്നത് സാരിയും ബ്ലൗസും ഒന്നും അല്ല, ബിക്കിനിയാണ്. അത്രയും ബിക്കിനി. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഏത് വസ്ത്രം ധരിക്കണം, ഏത് അവസരത്തിൽ ധരിക്കണം എന്നതൊക്കെ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ. ദിയ ഭർത്താവിനോടൊപ്പമാണ് ആ വസ്ത്രം ധരിച്ചു നിൽക്കുന്നത്. മാത്രമല്ല, ഇത് ആദ്യമായിട്ടല്ല. ദിയ ഫാമിലിയായിട്ട് പുറത്തു പോകുമ്പോഴും ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പൂളിലും മറ്റും മാതാപിതാക്കളുടെ കൂടെയും സഹോദരങ്ങളുടെ കൂടെയും ഇറങ്ങുന്ന വീഡിയോസും എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇതിൽ അവർക്കൊന്നുമില്ലാത്ത കുഴപ്പം എന്തിനാണ് ഈ നാട്ടുകാരെ ഏറ്റെടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവരുടെ ആ ഫോട്ടോഷൂട്ട് കൊണ്ട് അവർക്കോ മറ്റുള്ളവർക്കോ ഒരു അപകടവും ഇല്ലാത്തത് കൊണ്ട് അതിൽ എന്തിനാണ് മറ്റുള്ളവർ ഇത്രയും വ്യാകുലപ്പെടുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ചിലർ ഫോട്ടോഷൂട്ട് എന്നതിന്റെ പേരിൽ ഒത്തിരി കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഡ്രസ്സിങ്ങിന്റെ കാര്യങ്ങൾ പോട്ടെ, അല്ലാതെ നിറഗർഭിണിയായി കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് ഡാൻസ് കളിക്കുന്നതും ചാടുന്നതും ഓടുന്നതും അതൊക്കെയല്ലേ നമ്മൾ പരാതി പറയേണ്ടത്. പരാതി പറയണമെന്ന് നിർബന്ധമില്ല. ആ കുഞ്ഞു ജീവന്റെ ഉത്തരവാദിത്തം അതിന്റെ അമ്മയ്ക്കാണ്. ആ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഗ്യാരണ്ടിയാണ് ആ കുഞ്ഞ് നിങ്ങളുടെ വയറ്റിൽ സുരക്ഷിതമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയുള്ളതൊന്നും അല്ല ഇവിടെ പ്രശ്നം. ഡ്രസ്സ് എന്തിട്ടു, ഡ്രസ്സിന് നീളം കുറഞ്ഞോ, ഇറക്കം കൂടിയോ, ഇറുക്കം കൂടിയോ, ഇതൊക്കെയാണ് എല്ലാവരുടെയും പ്രശ്നം. അവരുടെ വീട്ടിലുള്ളവർക്കോ അവരുടെ സ്വന്തം ഹസ്ബൻഡിനോ ബുദ്ധിമുട്ടില്ലാത്തടത്തോളം കാലം ഒരു കാരണവശാലും നമ്മൾ ആരും അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. പിന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ്, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ അതെന്തിനു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്തു? നിങ്ങളുടെ പേഴ്സണൽ കാര്യം നിങ്ങൾക്ക് വിമർശനങ്ങൾ ഏൽക്കുണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രൈവറ്റ് ആക്കി വെച്ചാൽ പോരെ എന്നുള്ളത്. ഇതൊക്കെ ലൈഫിൽ ഒരു തവണ മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പ്രഗ്നൻസിയിലായിരിക്കും നമുക്ക് ആ എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ഫോട്ടോഷൂട്ട് എടുക്കണം എന്നുള്ള ചിന്തയും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഇത് പറ്റിയില്ല എന്ന് വരും, ചിലപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസി ഉണ്ടായില്ല എന്ന് വരും. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ടൈമിൽ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. ദിയക്ക് അങ്ങനെയാണ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ ദിയ അങ്ങനെ ചെയ്യട്ടെ. അതിൽ എന്തിനു പോയി ഇങ്ങനെ കമന്റ് സെക്ഷനിൽ കരഞ്ഞു മെഴുകണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ചിലര് അച്ഛനെ വിളിക്കുന്നു, അമ്മയെ വിളിക്കുന്നു, കുടുംബക്കാരെ വിളിക്കുന്നു, വംശത്തെ മൊത്തം പറയുന്നു. അതിന്റെ ആവശ്യം എന്താണ് ഇവിടെ? പണ്ടത്തെ കല്യാണ ആൽബമോ സിഡിയോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടുള്ളവരായിരിക്കണം. നമ്മുടെ അച്ഛന്റെയോ അമ്മയുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ കണ്ടിട്ടുണ്ടാവണം. അടുത്ത് നിൽക്കാൻ പോലും മടിച്ചു നിൽക്കുന്ന രീതിയിലായിരുന്നു പണ്ടത്തെ കല്യാണ ഫോട്ടോയും ഷൂട്ടും എല്ലാം. എന്നാൽ ഇപ്പോഴോ, കല്യാണത്തിന് താലി കെട്ടുമ്പോൾ കിസ് ചെയ്യുന്നു, സേവ് ദ ഡേറ്റിന് തന്നെ കിസ് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ എന്തെല്ലാം മാറ്റങ്ങളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആ മാറ്റങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാത്ത പല മലയാളികളും ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ ഡ്രസ്സിങ്ങിന്റെ കാര്യം തന്നെ വീട്, ഫുഡിലും നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റു ഉൽപ്പന്നങ്ങളിൽ വരെ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മളിപ്പോഴും വിറകടുപ്പിലല്ലല്ലോ ആഹാരം ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കുന്നവരുണ്ടാവും, പക്ഷേ മെജോറിറ്റി നോക്കുമ്പോഴത്തേക്കും ഇപ്പോഴും വിറകടുപ്പിലല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജീസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മൊബൈൽ ഫോൺ, വാഷിംഗ് മെഷീൻ, അവൻ, ഫ്രിഡ്ജ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാലത്തിനൊത്ത് മനുഷ്യന് മാറുന്ന ആ ടൈമിൽ ഈ വസ്ത്രത്തിന്റെ കാര്യത്തിൽ മാത്രം എന്താണ് ഇത്ര മുറുക്കിപ്പിടുത്തമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളത് ഇടട്ടെ. അവരുടെ സ്വന്തം പ്രൊഫൈലിൽ അവര് സ്വന്തമായിട്ട് എടുത്ത ഫോട്ടോ അവര് സ്വന്തമായിട്ട് ഷെയർ ചെയ്തു. കാണണമെങ്കിൽ കാണാം, കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. എന്തിനാണ് ഇങ്ങനൊരു നല്ല അവസരത്തിൽ ഒത്തിരി നെഗറ്റീവ് കമന്റ്സ് ഇട്ട് അവരെ വേദനിപ്പിക്കുന്നത്? ചിലപ്പോൾ നിങ്ങളുടെ ഈ കമന്റ് കൊണ്ട് അവർക്കൊന്നും ഉണ്ടാവാൻ പോണില്ല. അത്രയും ടൈം നിങ്ങൾ എടുത്ത ആ ടൈം വെറുതെ നമുക്ക് വേസ്റ്റ് ആകുക എന്നുള്ളതേ ഉള്ളൂ. അവരത് മൈൻഡ് പോലും ചെയ്യണമെന്നില്ല. നമ്മുടെയാണ് എനർജി വേസ്റ്റ് ആവുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കമന്റ്സുകൾ ഒഴിവാക്കി അവർക്ക് ബ്ലെസ്സിങ് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യത്തിൽ ഞാൻ ദിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ പ്രഗ്നൻസി ഫോട്ടോഷൂട്ട് എന്നുള്ള പേരിൽ ചാടിയും തുള്ളിയും ഡാൻസ് കളിച്ചും ഓടിയും
വേറെ മറ്റു ചില കോമാളിത്തരങ്ങൾ കാണിച്ചും ചെയ്യുന്ന അതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം ഒരിക്കലും കുട്ടി നിങ്ങളുടെ വയറ്റിൽ സേഫ് ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. ഞാൻ ഈ ഡാൻസിൽ പ്രോയാണ്, അല്ലെ ഞാൻ ഈ ഓട്ടത്തിൽ പ്രോയാണ്, ഞാൻ അങ്ങനെ ചെയ്യാൻ പ്രോയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ മൂലം ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അവസാന നിമിഷം കൊണ്ടുവന്ന് നമ്മൾ കല വിട്ടുടയ്ക്കുന്ന പോലെ ആയിപ്പോ. നമ്മൾ പൊന്നു പോലെ കാത്തു സൂക്ഷിച്ച് അടുത്ത നിമിഷം വരും, അടുത്ത നിമിഷം വരും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു കുഞ്ഞിന് നമ്മൾ കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയെന്ന് വരില്ല. ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു പണ്ട് ഇതുപോലെ കുറെ പേര് ഡ്രസ്സിങ്ങിന്റെ പേരിൽ ആളെ ജഡ്ജ് ചെയ്യുന്ന കുറെ ആൾക്കാർ. ജീൻസ് ഇട്ട് കഴിഞ്ഞാലോ, ഷർട്ട് ഇട്ട് കഴിഞ്ഞാലോ, ഷൂസ് ഇട്ട് കഴിഞ്ഞാലോ, സ്കൂട്ടർ ഓടിച്ചു കഴിഞ്ഞാലോ അവൾ അഹങ്കാരി എന്ന് പറയുന്ന പലരും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാനും അനുഭവിച്ചിട്ടുള്ളതാണ്. സ്ലീവ്ലെസ് ഇടാൻ പാടില്ല, മിഡി ഇടാൻ പാടില്ല, ജീൻസ് ഇടാൻ പാടില്ല, മുടി വെട്ടാൻ പാടില്ല, ഷോർട്ടായിട്ട് മുടി വെട്ടിക്കഴിഞ്ഞാൽ അതും അഹങ്കാരം. ഇങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി പേരുടെ ഇടയിൽ നിന്നാണ് ഞാനും വന്നത്. നമ്മളൊരു തുണിക്കടയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി ഡ്രസ്സ് കാണും. അതിൽ നിന്ന് എടുത്ത് നമ്മൾ ട്രയൽ റൂമിൽ കയറി ഇട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്നുണ്ടാവും. പക്ഷെ അത് പുറത്തിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് പറയും, അല്ലെ എന്നെ എന്തായിട്ട് ചിന്തിക്കും എന്നൊക്കെ ആലോചിച്ച് അത് മാറ്റി വെക്കുന്ന പലരും കാണും. ചിലപ്പോൾ ആരും അറിയാതെ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുന്നവർ വരെ കാണും പുറത്തിടാനുള്ള മടിയില്. എന്നാൽ എനിക്കിത് വാങ്ങാൻ പറ്റില്ലല്ലോ, എനിക്ക് ഇടാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിച്ച്. ആര് നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. അത് നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചു തീർക്കുക എന്നുള്ളതാണ്. ഇഷ്ടമായ ഒരു ഡ്രസ്സ് അത് ഒക്കേഷൻ അനുസരിച്ച് ഇടുക എന്നുള്ളതാണ്. അമ്പലത്തിൽ ഇട്ടുകൊണ്ട് പോകാൻ ഞാൻ പറയുന്നില്ല, പള്ളിയിലും ബിക്കിനി ഇട്ടുകൊണ്ട് പോകാൻ ഞാൻ പറയുന്നില്ല. നിങ്ങൾ സ്വിം ചെയ്യുകയാണോ ഇട്, ബീച്ചിൽ പോവാണോ ഇട്, അതിനാരുടെയും അനുവാദം നമുക്ക് ആവശ്യമില്ല. ഇവിടെ ദിയ പോയത് മാൽദീവ്സിലാണ്. മാൽദീവ്സിൽ എന്തായാലും ധാവണിയും പട്ടുസാരി ഇട്ടുകൊണ്ട് ബീച്ചിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ ഡ്രസ് ചെയ്ത് അവർ ഫോട്ടോഷൂട്ട് എടുത്തു. അവരതിൽ ഹാപ്പിയാണ്, അവരുടെ ഫാമിലിയും ഹാപ്പിയാണ്, അവരെ സ്നേഹിക്കുന്നവരും ഹാപ്പി ആണെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് ഇട്ട് അവരെ ഉപദ്രവിക്കാതെ ബ്ലെസ്സിങ്സ് കൊടുക്കുക. ഡ്രസ്സിന്റെ കാര്യത്തിൽ വെസ്റ്റേൺ കൾച്ചർ നമ്മൾ ഫോളോ ചെയ്യുന്നു എന്നുള്ള പരാതി ഭയങ്കരമാണ്. എന്തുകൊണ്ട് ഫോളോ ചെയ്തുകൂടാ? അവരുടെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അല്ലാതെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ സംസാരത്തില്, നമ്മുടെ ഫുഡില്, നമ്മുടെ ഡെയിലി ലൈഫില് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു വീട് പണിയുമ്പോൾ തന്നെ നമ്മൾ ട്രഡീഷണൽ വേയും അല്ലാതെ കണ്ടംപററി ഹൗസും ഉണ്ട്. അങ്ങനെയും നമ്മൾ ചെയ്യുന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് വസ്ത്രം നമ്മൾ ഫോളോ ചെയ്തുകൂടാ? ബാക്കി എല്ലാത്തിലും നമ്മൾ സ്റ്റൈല് നോക്കുന്നുണ്ട്, വെസ്റ്റേൺ സ്റ്റൈല് നമ്മൾ നോക്കുന്നുണ്ട്. എന്തുകൊണ്ട് വസ്ത്രങ്ങൾ വെസ്റ്റേൺ രീതിയിൽ ധരിക്കുന്നത് മോശമായി കാണുന്നു നമ്മുടെ സമൂഹം? അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാ. എന്താണെങ്കിലും മാന്യമായ രീതിയിൽ പറയാം. നമുക്ക് ഇതിനെക്കുറിച്ച് കമന്റ് ബോക്സിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്. ബൈ.